Hello, welcome to market discussion of the day. Today, April 14, 2026, Monday, sorry, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത മൺഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം. ഒരു ബേസിക് ലെവൽ, ഒരു ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ, ഒരു ബേസിക് ലെവൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്തതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ എനിക്കൊരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ ആ ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക, ഇല്ലാത്ത ആൾക്കാർ മെസ്സേജ് അയക്കാതിരിക്കുക. ഓക്കെ, അടുത്ത ബാച്ചിൽ കയറുക. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അതിനുശേഷം നമുക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് പറഞ്ഞ് പോവുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ ഫോറക്സ് ഫാക്ടറി എടുത്തു. അപ്പോൾ അതിൽ നമുക്ക് ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുമ്പോൾ, ഇന്ന് ഓൾറെഡി FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു രാത്രി 3:35. ഓക്കെ, സോ ഇന്ന് വൈകുന്നേരം കോർ PPIയുടെ ന്യൂസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അത് ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു സമയത്തിന് മുന്നേ മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, വൈകുന്നേരം 7 മണിക്ക് CB ലീഡിങ് ഇൻഡെക്സിൻ്റെ ന്യൂസ് ഉണ്ട്, GBP എന്ന്. സോ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്ത് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, അതേപോലെ 7:15 FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്, 7:30 FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്, 7:45 FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. അതേപോലെ തന്നെ രാത്രി എത്ര മണിക്കാണ്? രാത്രി 9:35 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ചുണ്ട്. ഓക്കെ, അത് GBPനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി 6 മണിക്ക് ശേഷം ട്രേഡിനകത്ത് നിന്ന് ജസ്റ്റ് മാറി നിൽക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നാളെ വിഷുവാണ്, നമുക്ക് വിഷു ആഘോഷിക്കാം അല്ലേ. സോ അതിന് മുന്നേ ആയിട്ട് പൊസിഷൻസ് എല്ലാം മാറ്റുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. IMFൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ടൈമിൽ IMFൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുക. ഓൾമോസ്റ്റ് ഒരു 8 മണിക്ക് ശേഷമൊക്കെയാണ് ഈ പറയുന്ന IMFൻ്റെ മീറ്റിംഗ് നടക്കുന്നത്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9:40 മുതൽ FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ചുകൾ ഇങ്ങനെ കടാന്ന് FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ചും ഉണ്ട്. സോ ഇതെല്ലാം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, FOMC മെമ്പേഴ്സ് ഓരോ ആഴ്ച കൂടുമ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇതനുസരിച്ചിട്ടാണ് ബേസിക്കലി നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ. ഉറപ്പായിട്ടും വാറിൻ്റെ ന്യൂസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസിന് അതൊരു സഡൻ മൂവ്മെൻ്റ് ആണ് വാറിൻ്റെ ന്യൂസുകൾ ഉണ്ടാക്കുന്നതെങ്കിൽ, ഇത് നമുക്ക് എന്താ പറയുക, നമുക്കൊരു റേഞ്ച് നമുക്ക് ഈ പറയുന്ന FOMC മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ന്യൂസുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക. അതേപോലെ നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഓവറോൾ എന്താണ് പിക്ചർ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ മറ്റന്നാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ 2:30 ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. രാത്രി 8 മണിക്ക് നമുക്ക് ആക്ച്വലി IMFൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട് 6 മണിക്ക്. ഓക്കെ, പിന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുടെ സ്പീച്ച് ഉണ്ട് 9:20 രാത്രിയിൽ. ഓക്കെ, സോ അങ്ങനത്തുള്ള കുറച്ച് ന്യൂസുകളുണ്ട്. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി ഇന്നും നാളെയുമുള്ള എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ്. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള എന്താ പറയുക, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുകൂടെ പറഞ്ഞു പോവാം. സോ നമുക്കറിയാം, കഴിഞ്ഞ വീക്കെൻഡിൽ ഇസ്ലാമാബാദിൽ വെച്ചിട്ട് ഒരു പീസ് ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഇറാനും US തമ്മിൽ. അതിന് വലിയ രീതിയിലുള്ളൊരു ബലം കണ്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ അതിനെ പ്രമാണിച്ച് ഒരു ബ്ലോക്കേഡ് നടന്നു. സോ US നേവൽ ബ്ലോക്കേഡ് ഓഫ് ഇറാൻ ഓയിൽ എസ്റ്റർഡേ. ഓക്കെ, സോ ഇറാൻ്റെ ഓയിൽ ബ്ലോക്കേഡ് ചെയ്തു US. ഓക്കെ, സോ ഈ ഒരു ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റേഷൻ ബ്ലോക്കിംഗ്
ആണ്. ഗ്യാസ് സ്റ്റേഷൻ US ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, മാർക്കറ്റ് അതിൻ്റെ റിയാക്ഷനും നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡൊക്കെ പെട്ടെന്ന് മുകളിലോട്ട് 4780 വരെയൊക്കെ ഇന്ന് രാവിലെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഗോൾഡ് ഒരു വലിയൊരു മൂവ്മെൻറ്റ് നടത്തിയത്. പക്ഷേ ഉള്ളൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൺട്രീസും പീസ് ടോക്കിന് റെഡിയാണ്. ഈ ഒരു ബ്ലോക്കേഡ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും US-ഉം ഇറാനും ഓക്കെ അവർ ഒരു ടോക്കിന് റെഡിയാണ് എന്നുള്ളൊരു കാര്യം നമ്മളുടെ എന്താ പറയുക, ഒരു ഫിയർ കുറച്ചു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് 4760 മുകളിൽ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് ഇന്നലെ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ. നമ്മളൊരു ഓവറോൾ എക്കണോമിക് കണ്ടീഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ, സോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവാത്തതിൻ്റെ മെയിൻ റീസൺ നമ്മളുടെ ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കൂടും അല്ലേ. ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും എന്നുള്ള അനുമാനത്തിൽ ആൾക്കാർ US ബോണ്ടുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ആസ് എ സേഫ് ഹെവൻ. ഓക്കെ, കാരണം അവിടെ ഈൽഡ് കിട്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു എന്നുള്ളതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. അതേപോലെ തന്നെ ഈ ഒരു വാർ നടന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഷെയറിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് തകരുകയും ഒരുപാട് പൈസ അവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് സംഭവിച്ചു, അവരുടെ സ്റ്റോക്കുകൾ ഗോൾഡ് ആ ഒരു ലോസ് നികത്താനായിട്ട് ഗോൾഡ് വിറ്റു. കാരണം അവർ ചെറിയ പ്രൈസിന് മേടിച്ചിട്ടുള്ള ഗോൾഡൊക്കെ ആയിരിക്കും. ഗോൾഡ് വിറ്റ് അത് ഈ ബാലൻസ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ എന്തായാലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് ബാങ്കുകളൊക്കെ പറയുന്ന കാര്യം ഈ ഒരു വർഷത്തിൽ തന്നെ 5400 മുകളിലോട്ട് മാർക്കറ്റ് പോകും എന്ന് തന്നെയാണ്. കാരണം സെൻട്രൽ ബാങ്കുകൾ സ്റ്റിൽ ഗോൾഡ് ബൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു സീസ് ഫയർ ഉണ്ടായാൽ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് അല്ലെങ്കിൽ ഈ സീസ് ഫയർ എങ്ങാനും ബ്രേക്ക് ആയാൽ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇങ്ങനത്തുള്ള കുറേ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഒരു തീരുമാനമെടുക്കാൻ. പക്ഷേ ഇങ്ങനത്തുള്ള സീസ് ഫയർ വരും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനൊരു അനുമാനത്തിൽ ഒരിക്കലും മാർക്കറ്റിൽ ചാടി കയറരുത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ചിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് നമുക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഗോൾഡിലോട്ട് തന്നെ പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഒരുപാട് ആൾക്കാർ ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും, നമ്മൾ സ്റ്റാർ ട്രേഡറിലെ ഏത് ബ്രോക്കർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷൻസ് തന്നെയാണ്. ഓക്കെ, സോ റെഗുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാർ ട്രേഡറിൻ്റെ റെഗുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോ എന്തോ ഒരു കണക്ഷൻ ഇഷ്യൂ. ഓക്കെ, സോ നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാലും മതി എന്താണ് കണക്ഷൻ ഇഷ്യൂ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ എന്തായാലും നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. സ്റ്റാർ ട്രേഡറിൻ്റെ എന്താ പറയുക റെഗുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ UAE ബേസ് ചെയ്തിട്ടുള്ള എന്താ പറയുക സ്കാഡർ റെഗുലേഷനുണ്ട്. അതേപോലെ ASICയുടെ റെഗുലേഷനുണ്ട്. ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മേജർ റെഗുലേഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ ലോയിഡ്സ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻഷുർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ UAE ടീമിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പിൽ. NBA സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പൊക്കെ ചെയ്യുന്ന അത്യാവശ്യം വലിയ ഒരു കമ്പനി തന്നെയാണ് സ്റ്റാർ ട്രേഡർ. സോ അവർ കൊടുക്കുന്നൊരു ബോണസ് പ്രോഗ്രാമുണ്ട്. ആദ്യത്തെ ഡെപ്പോസിറ്റ് ഇന്ത്യൻ ക്ലയൻസ് അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള ക്ലയൻസ് ആണ് എങ്കിൽ ആദ്യത്തെ ബോണസിന് തന്നെ 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന്, അതായത് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി കൊടുക്കുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ
എന്താ പറയുക, യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ 100% ബോണസാണ് കമ്പനി തരുന്നത്. സോ നിങ്ങൾ ഇതാണ് വെബ്സൈറ്റ്, എന്തോ ഇൻ്റർനെറ്റ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊമോഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ബോണസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ 100% ബോണസാണ് ഫസ്റ്റ് ഡെപ്പോസിറ്റിന്, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസ്. നിങ്ങൾക്ക് ഇവിടെ കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാനും പറ്റും. കമ്പനിയുടെ പ്രൊഫൈൽ, കമ്പനിയുടെ റെഗുലേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർട്ട് റേറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് പോവുക. അത് എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് കയറാവുന്നതാണ്. അതിനുശേഷം എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ഒരു പേഴ്സണൽ മെൻറ്ററായിട്ടും അതേപോലെ ഈ ഒരു സ്റ്റാർട്ട് റേറ്റിനകത്ത് നിങ്ങൾക്കൊരു പേഴ്സണൽ മാനേജറായിട്ടും ഞാൻ ആക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ഇന്ന് നമ്മളുടെ ഗോൾഡിൻ്റെ എന്താ പറയുക, ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി 4774 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി ഗോൾഡ് അപ് ട്രെൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ ബൈ സൈഡിൽ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബൈ സൈഡ് ഇൻ ദ സെൻസ് നമുക്കൊരു 4710 ലെവലിലോട്ടൊക്കെ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. സോ അതിൻ്റെ ഇടയ്ക്ക് ഇത് ബൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 4710 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഇന്നലെ നമ്മൾ 4740-45 റേഞ്ചിൽ സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലവട്ടം നമുക്ക് 40-45 റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ തിരിച്ച് മാർക്കറ്റ് പോവുകയും ചെയ്തു അല്ലേ. സോ അവിടുന്ന് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു അല്ലേ. സോ 40-45 എന്നൊക്കെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 4710 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ 4710 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 4680 താഴെ സ്റ്റോപ്പ് ലോസ് 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ 4780 വരെയൊക്കെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നമുക്ക് നോക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 4805 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ, ഒരു 4 അവർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ നേരെ നമ്മൾ GBP/USD പോവാം. GBP/USD നമ്മൾ നോക്കുമ്പോൾ 1.3589 നിൽക്കുന്നു. ഓക്കെ, സോ മാർക്കറ്റ് 1.3410 3390 ആയിരുന്നു ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ എനിക്ക് പറയാനായിട്ടുള്ളതൊരു ന്യൂട്രൽ ബുള്ളിഷ് സൈനാണ് നമ്മളുടെ GBPയിൽ കാണിക്കുന്നത്. സോ മേജർ ലെവൽ എന്ന് പറയുന്ന 1.3500 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാർക്കറ്റ്. ഓക്കെ, സോ ഒരു പുൾ ബാക്ക് കിട്ടി 1.3460 ലെവലിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 1.3410 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഇന്ന് യൂറോപ്പ് സെഷൻ 11:30 മണിക്ക് 1.3500 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്ത് നമുക്ക് ഒരു ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നു. കാരണം നമുക്ക് എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സിനും മാർക്കറ്റ് 1.3500 മുകളിലായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇന്ന് തുടങ്ങിയതേ 1.3500 മുകളിലാണ്. എല്ലാ മാർക്കറ്റ് ടൈമിങ്ങിലും 1.3500 മുകളിലായതുകൊണ്ടിട്ട് തന്നെ 11:30 മണിക്കുള്ള ക്യാൻഡിലും ഈ ഒരു സ്ഥലത്ത് 1.35 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.3460 താഴെയായിട്ട് 40 താഴെയായിട്ട് 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് 1.3550 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ USDയിലോട്ട് വരാം. USDയിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 1.1768 നിൽക്കുന്നു. ഓക്കെ, മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ പറയുകയാണെങ്കിൽ ബുള്ളിഷ് തന്നെയാണ്. നമുക്കൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് 1.1640 അടുത്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകും. സ്റ്റോപ്പ് ലോസ് 1.1590 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് 1.1800 അടുത്തായിട്ട് നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. USD/JPYയിലോട്ട് വരാം. USD/JPYയും എന്താണ് ഇന്ന് നമുക്ക് അപ് ട്രെൻഡ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ USD/JPYയുടെ കറണ്ട് പ്രൈസ് 159.080. സോ ഇവിടെ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ
നമുക്ക് ഒരു പുൾ ബാക്ക് കിട്ടി 158 അല്ലെങ്കിൽ 158.50 റേഞ്ചിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. സേഫായിട്ട് 158 കിട്ടുമ്പോൾ ബൈ ചെയ്യുന്നതായിരിക്കും. 158 ബൈ ചെയ്യുന്ന ആൾക്കാർ 157.40 താഴെ സ്റ്റോപ്പ് ലോസ്, 158.50 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.90 താഴെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുക. അല്ലാത്ത പക്ഷം ഒരു ബ്രേക്ക് ഔട്ട് 160 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ കാണണം. സോ കുറച്ച് കാലമായി അവിടെ വെയിറ്റ് ചെയ്യുന്നു, ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടിട്ട് എനിക്കറിയില്ല എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ ഒരു കാരണവശാലും എനിക്കിന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഇത് ട്രെൻഡാണ്, എല്ലാം അപ്പ് ട്രെൻഡാണ്. ഓക്കെ, ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക. സെല്ലില്ല ഇന്നത്തെ മാർക്കറ്റിൽ. ഓക്കെ, ബൈ മാത്രമേ ഉള്ളൂ, അൺലെസ് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും അടുത്ത മാർക്കറ്റ് ഡിസ്കഷനിൽ കാണുന്നത് വരെ, നാളത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.